സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ റീച്ച് കുറയുന്ന കാര്യമാണ്. ആളുകൾക്കിടയിൽ അംഗീകാരം പോകുന്ന വിഷയമാണ്. അവർ മോശമായി ചിത്രീകരിക്കുന്ന സമയമാണ്. ആ കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺകുട്ടികളെ വളർത്തുന്നതിനെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അനസ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്ന സമയത്ത് അനസ് റളിയല്ലാഹുവിന് പറയാണ്, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരിക്കുന്നുണ്ട്, റജുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആൺകുട്ടി സമീപത്തേക്ക് വന്ന സമയത്ത് ആൺകുട്ടിയെ എടുത്തു, എന്നിട്ട് ചേർത്ത് പിടിച്ചു, ചുംബനം നൽകി, എന്നിട്ട് മടിയിൽ കയറ്റിയിരുത്തി. തൊട്ടു ശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ പെൺകുട്ടി വന്നു. അപ്പോൾ അദ്ദേഹം അടുത്തു പിടിച്ചില്ല, ചേർത്തു നിർത്തിയില്ല, ചുംബിച്ചില്ല, മടിയിൽ ഇരുത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഹല്ല അദ്ദൽത ബൈനഹുമ, നീ എന്തേ അവർക്കിടയിൽ നീതി പാലിക്കാതിരുന്നത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന ചില ഗോത്രങ്ങളുണ്ട്. പെൺകുട്ടികൾക്ക് അവർക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന ആളുകൾ, ജീവിക്കാൻ അവകാശം നൽകിയാൽ അതൊരു അപമാനത്തോടു കൂടി അല്പകാലം മുന്നോട്ട് പോകുന്ന ആളുകൾ, കുറച്ചു കാലം ജീവിച്ച് പിന്നീട് അവരെ കുഴിച്ചു മൂടുന്ന ആളുകൾ, ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വേണ്ട അവകാശങ്ങൾ നൽകാതെ, മാന്യമായ പെരുമാറ്റം നൽകാതെ അവരെ അവഗണിക്കുന്ന ആളുകൾ, ഇവരെല്ലാമുള്ള ഘട്ടത്തിലാണ് ഈ ഒരു പ്രവൃത്തി ചെയ്ത പെൺകുട്ടിയോട് ഒരു മോശമായ ഒരു പെരുമാറ്റം, അല്ലെങ്കിൽ ആൺകുട്ടിയോട് ചെയ്ത നല്ല പെരുമാറ്റം പെൺകുട്ടിക്ക് ലഭിക്കാതെ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് നീതികേടാണ്. ഗൗരവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരുത്തി. ഈ വിഷയം കുറച്ചും കൂടി കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോകാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തു തക്വീറിൽ വൈദൽ മഊദത്തു സുഇലത് ബി അയ്യി ദംബിൻ ഖുതിലത്, നമ്മളെപ്പോഴും പ്രസക്താണ്. ഈ ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി അബോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിക്കൊരു വയസ്സ് തികഞ്ഞിട്ടില്ല, പിന്നെ ഇങ്ങനെ പല പല കാരണം പറഞ്ഞ് ജോലിയിൽ ഇനി ലീവ് കിട്ടൂല. പലപ്പോഴും ഗർഭിണിയായ ഭാര്യയെ ഒന്ന് ബോധ്യപ്പെടുത്തി ആ ഗർഭം തുടരാൻ ഭയങ്കരമായി കഷ്ടപ്പെടേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ പലയിടത്തും ഉണ്ടാവാറുണ്ട്. അപ്പം അത് നമ്മൾ വീണ്ടും ഓർക്കേണ്ടതാണ്. ഇസ്ലാം എത്ര ശക്തമായി പെൺകുട്ടികളുടെ കൂടെ നിന്നു എന്നത് ബോധ്യപ്പെടുത്തുന്നതാണ്. മൻ ആല ജാരിയത്തൈനി ഹത്താ തബ്ലുഗ ജായൗമൽ ഖിയാമത്തി അന വഹുവ കഹാത്തൈനി. റസൂലുള്ള പഠിപ്പിച്ചു, പെൺകുട്ടികളുണ്ടായിട്ട് അവരെ പരിരക്ഷിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന മാതാപിതാക്കൾ, അല്ലെങ്കിൽ പെങ്ങന്മാരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ആങ്ങളമാർ, അവർ ഞാനും ഇങ്ങനെ ഈ പിന്നെ യതീമിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വിരൽ ഉയർത്തിയിട്ട് എത്ര അടുത്തായിരിക്കും ഞങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൻ റബ്ബ ബിൻതൈനി ഹത്താ തക്ബുറ കാന യൗമൽ ഖിയാമത്തി ഖരീബൻ മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർബത്തി ഹാതൈനിൽ ഇസ്ബഅൈനി. അതാണ് അതിൻ്റെ മായന, ഇത്ര അടുത്തായിരിക്കും എന്ന്. അങ്ങനത്തെ ഒരു അർത്ഥം അതിനുണ്ട് എന്നാണ്. മനുബുത്തലിയ മിൻ ഹാദിഹിൽ ബനാതി ബിശൈഇൻ ഫഅഹ്സന ഇലൈഹിന്ന കുന്ന ലഹു സിത്റൻ മിനൻ നാർ. ഈ പെൺകുട്ടികൾ കാരണം ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടാൽ, പെൺകുട്ടികൾ കാരണമുള്ള പരീക്ഷണം വലിയ പരീക്ഷണമാണ്. ആ കുട്ടി അവൾ സംരക്ഷിക്കപ്പെടണം, അവൾ ആരാലും ആക്രമിക്കപ്പെടാൻ പാടില്ല, അവളുടെ വളർച്ചാഘട്ടങ്ങളിലുള്ള കാര്യങ്ങളുണ്ട്, ശരിയായൊരു വ്യക്തിയിലേക്ക് വിവാഹം കഴിച്ച് പോകണം. ഇങ്ങനെ പെൺകുട്ടികൾ ധാരാളം ഉണ്ടാകുന്ന കുറേ കാര്യമുണ്ട്. ഇപ്പോൾ ഒരു 3-4 കുട്ടികളുണ്ടെങ്കിൽ ആദ്യം ആ കുട്ടികളെ വളർത്തി വലുതാക്കുന്ന പണി, പിന്നെ ഇവർ ഓരോരുത്തരായി ഇങ്ങനെ അവർക്ക് മക്കളുണ്ടാകുന്നു. അപ്പോൾ ഈ ഉമ്മമാരുടെ കാര്യം ഭയങ്കര കഷ്ടപ്പാടാണ്. പിന്നെ ഭയങ്കരമായി കഷ്ടപ്പെടുന്നു വേണ്ട, അതിനൊക്കെ ഒന്ന് സംവിധാനങ്ങളുണ്ട്. പഴയ സ്റ്റൈലിൽ നിന്നൊക്കെ കുറച്ച് മാറാം. മോള് പ്രസവിച്ച ഉടനെ ഉമ്മ തന്നെ എല്ലാം കൂടി ഏറ്റെടുക്കണമെന്നൊന്നുമില്ല. ഉമ്മമ്മൻ്റെ ആരോഗ്യം നോക്കിയിട്ട് ഏറ്റെടുത്താൽ മതി. മോളുടെ കൂടെ ഒരു സ്നേഹം കൊടുക്കാനും അവളെ ഒന്ന് ആശ്വസിപ്പിക്കാനൊക്കെ ഉമ്മ ഇങ്ങനെ ഒരു രാജ്ഞിയായിട്ട് അവിടെ ഉണ്ടാകുക, അതൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ പണിയൊക്കെ വേറെ നടന്നോളണം. മരുമോനെ ആളെ വെക്കണം, മനസ്സിലായില്ലേ? എല്ലാം കൂടി ഏറ്റേണ്ട കാര്യം ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ചില ഉമ്മാരുടെ വളരെ കണിച്ചായിട്ട് പറയാണ്. അത് മരുമോന് സാമ്പത്തിക പ്രയാസമൊക്കെ ഉണ്ടാകും, ഉണ്ടെങ്കിൽ അത് മോളും കൂടി അറിഞ്ഞ് ഒരു ക്രമീകരണമൊക്കെ ആകാം എന്നത് വേറെ തന്നെ നമ്മൾ പറയണമെന്നാണ് തോന്നുന്നത്. മൻ കാനത്ത് ലഹു സലാസു ബനാത്തിൻ, ആർക്കെങ്കിലും 3 പെൺകുട്ടികളുണ്ടെങ്കിൽ യുവീഹിന്ന വയർഹമുഹുന്ന വയക്ഫുലുഹുന്ന വജബത്ത് ലഹു ജന്ന. എന്താ, 3 പെൺകുട്ടികളുള്ള ഒരാൾ അവർക്ക് അഭയം നൽകി, അവർക്ക് കാരുണ്യം നൽകി, അവരെ സംരക്ഷിച്ചു, അവന് സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടിക്കൊരു പ്രാധാന്യമുണ്ട്. ശരിക്ക് നമുക്ക് ആൺകുട്ടികളോടൊരു പ്രാധാന്യവും ഇതൊക്കെ ഒരു പ്രകൃതിപരമായൊരു സംഗതി ചില വീടുകളിലൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതൽ പെൺകുട്ടികളുള്ള വീട്ടിലൊരു ആൺകുട്ടി ഉണ്ടാകുമ്പോൾ
ഒക്കെ. എന്നാൽ മക്കൾക്കിടയിൽ നീതി പാലിക്കുന്ന കാര്യം ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ഉമ്മ കൊടുക്കുന്നതിൽ പോലും നീതി പാലിക്കുന്ന കാര്യം വളരെ ഗൗരവപൂർവ്വം പഠിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട് എന്നത് നമ്മൾ ഇവിടെ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണം, വീക്ഷിക്കണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് ഏത് കാലഘട്ടത്തിലാണ് എന്നത് കൂടുതൽ പ്രസക്തിയുള്ള വിഷയമാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സ്ത്രീകളെ പുരുഷന്മാരെ പോലെ പരിഗണിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്ന, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ഒരു റീച്ച് കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ റീച്ച് കുറയുന്ന കാര്യമാണ്, ആളുകൾക്കിടയിൽ അംഗീകാരം പോകുന്ന വിഷയമാണ്, അവർ മോശമായി ചിത്രീകരിക്കുന്ന സമയമാണ്. ആ കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺകുട്ടികളെ വളർത്തുന്നതിനെക്കുറിച്ചും അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചും അവരെ അവഗണിക്കാതിരിക്കണം എന്നതിനെക്കുറിച്ചും. ഇനി ഇത് മാത്രമല്ല, സമ്മാനം കൊടുക്കുന്ന വിഷയത്തിൽ ഞാൻ ആരെയെങ്കിലും മുന്തിക്കുമായിരുന്നെങ്കിൽ, സമ്മാനം കൊടുക്കുന്ന വിഷയത്തിൽ ശരിക്കും മക്കൾക്കിടയിൽ നീതി പാലിക്കണം എന്നാണ്. ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെ പറ്റിയല്ല, ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന വിഷയത്തിൽ മക്കൾക്കിടയിൽ നീതി പാലിക്കണം. ആ വിഷയത്തിൽ ഒരു മുൻഗണന കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പെൺകുട്ടിക്ക് ഞാൻ മുൻഗണന കൊടുക്കുമായിരുന്നു എന്ന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന അവസ്ഥയിലേക്ക് ആ കാലഘട്ടത്തിന് യോജിക്കാത്തെന്ന് പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കാത്ത വിഷയം വളരെ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം. എന്നാലും നമ്മളെ മറ്റേ മാമന്മാരുണ്ട്, ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അലക്കണ ടീമുണ്ട്. അവര് സ്ത്രീയെ സംരക്ഷിച്ചിട്ടില്ല, ഇസ്ലാം സ്ത്രീയെ അവഗണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ മൈക്രോഫോണുകൾക്ക് മുന്നിൽ എണീറ്റെന്ന് സംസാരിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതൊരു മോള് പറഞ്ഞു കേട്ടിരുന്നു, നമ്മളവിടെ നിർബന്ധിക്കും, എന്നിട്ടാണ് കെട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടല്ലോ. ഒരു വൈറലാകണ ഒരു സ്പേസിൽ നമ്മളെ കുട്ടികളൊക്കെ ഒരു ഇസ്ലാം വിരുദ്ധമായി സംസാരിക്കണേ. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഓരോ മുസ്ലിമിനാണ് വരുന്നത്, യാതൊരു സംശയമല്ല. നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. ആ മോളെ പറഞ്ഞിട്ട് കാര്യമല്ല, പാരൻസ് ഇതൊക്കെ കൈമാറണം. അവർക്ക് ഈ ഹദീസിലുള്ളതൊക്കെ അവർക്ക് ഫീൽ ചെയ്യണം. ഹദീസിലുള്ളതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, നമ്മളെ വീട്ടിൽ അവർക്കത് ഫീൽ ചെയ്യണം. എന്നെ ഇങ്ങനെ പ്രചോദിപ്പിക്കുന്നത് ഹദീസാണ് എന്നത് അവരോട് പറയണം. ഇത് ഉമ്മ അല്ലെങ്കിൽ ഉപ്പ അവരുടെ മനസ്സിൻ്റെ കാരുണ്യം മാത്രമല്ല, അവർക്ക് കിട്ടിയ വെളിച്ചാണ്. റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെയൊക്കെ എനിക്ക് നോക്കാൻ കഴിയുന്നത്. അപ്പോൾ റസൂലുള്ളാഹിനോടൊരു സ്നേഹവും ആ കുട്ടികൾക്ക് ഉണ്ടായി വരണം.